വെളിച്ചമല്ല. യേശുയുടെ വെളിച്ചം എന്ന് പറയുന്നത് ബുദ്ധനാണെന്ന് നമുക്കറിയാം. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ യേശുയുടെ വെളിച്ചം ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം ബുദ്ധൻ എന്ന് എഴുതണം. എന്നാൽ പിന്നൊരു ചോദ്യം വരും, അത് ലോകത്തിന്റെ വെളിച്ചം ആരാണെന്നാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരം യേശുക്രിസ്തു എന്ന് എഴുതിയാലേ പറ്റൂ. ആയിത്തീർന്നത് കഴിഞ്ഞ ചില നാളുകളായി ചൂരൽമലയുടെ ദുരന്തത്തോട് ബന്ധപ്പെട്ട് 50-60 ആളുകള് പല ദിവസങ്ങളിൽ പല സന്നദ്ധ പ്രവർത്തനങ്ങളും ഈ അഖില ലോകം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ചരിത്രകാരന്മാർ പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞു, അഖില ലോക രക്ഷിതാവായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു എന്ന ഒരുവൻ ഈ ലോകത്തിൽ പിറക്കും. യേശുക്രിസ്തുവിന്റെ രക്ഷാമാർഗത്തെ കുറിച്ചുള്ള വചനത്തെ വിളിച്ചു പറയുവാൻ ഇതെല്ലാം കേൾക്കുകയും കർത്താവ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, കർത്താവെ ഈ ജനത്തെ എല്ലാം അങ്ങനെ കാര്യങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ലോകത്ത് ഞങ്ങളുടെ ശബ്ദ പരിമിതിയുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രാരംഭമായി സമാധാനം. മനുഷ്യന് സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ താൽക്കാലികമായിരിക്കുന്ന സന്തോഷത്തിനും സുഖത്തിനും വേണ്ടി മനുഷ്യൻ കുറുക്ക് വഴികളെ തേടുമ്പോൾ മദ്യത്തിനും മയക്കുമരുന്നിനും പാൻ മസാലയ്ക്കും ആധുനിക സിന്തറ്റിക് ഡ്രഗ്സുകളായ മെത്തഡിൻ, പെത്തഡിൻ, ഹെറോയിൻ, മരിജുവാന തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമകളായി അത് ആത്മഹത്യയിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യൻ കുറുക്കു വഴികളിലൂടെ അവൻ കണ്ടെത്തുന്ന താൽക്കാലികമായിരിക്കുന്ന സമാധാനവും സന്തോഷത്തിനും ഒരു നിലനിൽപ്പില്ല. എന്നാൽ നിലനിൽക്കുന്ന സമാധാനവും സന്തോഷവും മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന് മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പലവിധമായ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളും രോഗങ്ങളും ദുരിതങ്ങളും അനുഭവപ്പെട്ട് കഴിയുമ്പോൾ അവസാനമായി മനുഷ്യൻ ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. ഇതിനെ ചിന്തിപ്പിക്കുന്നതായിരിക്കുന്ന ഒരു ഗാനം ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. அதிசயமானவர் ஆலோசனை கர்த்த பெரியவர் இயேசு நல்லவர் நமக்கு போதுமானவர் இயேசு நல்லவர் நமக்கு போதுமானவர். ശാന്തതയുണ്ട്, ഒരു സമാധാനമുണ്ട്. തുടർച്ചയായ പ്രകൃതി ദുരന്തങ്ങൾ, ഉരുൾപൊട്ടലുകൾ, പ്രളയം, നിപ്പ, അതുപോലെ മാരകമായിരിക്കുന്ന അനവധി രോഗങ്ങളും ലോകവ്യാപനമായി പരന്ന കോവിഡ് പോലെയുള്ള മഹാവ്യാധികളും എല്ലാം സംഭവിച്ചപ്പോഴും കേരളീയരായിരിക്കുന്ന നമ്മൾ അതിനെല്ലാം അതിജീവിച്ച് മാറ്റപ്പെട്ടു. ഈ ദിവസങ്ങളിൽ, ഈ നാളുകളിൽ ഞങ്ങൾ ടീമും നമ്മൾ നാട്ടുകാരെല്ലാവരും തന്നെ പല നിലയിലുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്തു. ദൈവസഹായം കൊണ്ട് ഞങ്ങളും ഒരു
ഒരു 50-60 ആളുകൾ വിവിധ ദിവസങ്ങളിൽ പല പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഇടയായിട്ടുണ്ട്. ഇന്ന് ഞങ്ങളുടെ പ്രാരംഭ പ്രോഗ്രാം നടന്നത് ആന്തൂരാണ്. അവിടെ ജിംസൺ എന്ന ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം ആ അപകടത്തിൽ വളരെ ദാരുണമായി മരിക്കപ്പെടുവാനിടയായിട്ടുണ്ട്. അവിടെ ഒരു അനുശോചന പ്രോഗ്രാമോടുകൂടിയാണ് ഈ പരിപാടി ആരംഭിച്ചത്. എന്നാൽ ഞങ്ങളുടെ ശബ്ദ പരിമിതിയുടെ അടുത്തും അകലെയുമായി ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഏവരുമായുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു രാത്രി വന്നാൽ പിന്നെ ഒരു പകലുണ്ട്. അതുപോലെ ഒരു വരൾച്ച വന്നാൽ ഒരു മഴയുണ്ട്. കൊടും കാറ്റ് അടിക്കപ്പെടുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും ഒരു ശാന്തമായിരിക്കുന്ന ഒരു ഗാനം നിങ്ങൾക്ക് തുടർന്ന് കേൾക്കാവുന്നതാണ്. ഭൂമിയും മാറും, ഭൂതലവും മാറും. നമുക്കറിയാം, ചില ദുരന്തങ്ങൾ വരുമ്പോൾ ഇന്നലെ വരെ സുന്ദരമായി നമ്മൾ കാണപ്പെട്ട പല സ്ഥലങ്ങളും വിരൂപമായി മാറ്റപ്പെടുകയാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം, ബൈബിൾ പറയുന്നത്, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും ദൈവത്തിന്റെ വചനം നിലനിൽക്കും. അപ്പൊ ആ ദൈവത്തിന്റെ വാക്കുകൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ശൂന്യതകൾ മാറ്റുന്ന ഒന്നാണ്. ബൈബിൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യത്തെ വചനം ഇപ്രകാരമാണ്: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചം ഉണ്ടായി. അപ്പൊ പാഴും ശൂന്യമായിരുന്ന ഒരു ഭൂമിയെ മനോഹരമായിരിക്കുന്ന ഈ ഒരു പ്രപഞ്ച അവസ്ഥയിലേക്ക് എത്തിക്കാൻ ആദ്യമേ സൃഷ്ടിച്ചത് വെളിച്ചമാണ്. അത് നമ്മുടെ ഹൃദയത്തിൽ വെളിച്ചം വന്നാൽ കാര്യങ്ങൾക്ക് മാറ്റം വരും. അത് ലോകം കാണുന്നത് പോലെയുള്ള വെളിച്ചമല്ല. യേശുയുടെ വെളിച്ചം എന്ന് പറയുന്നത് ബുദ്ധനാണെന്ന് നമുക്കറിയാം. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ, സ്കൂളിലെ എക്സാം പേപ്പറിൽ യേശുയുടെ വെളിച്ചം ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം ബുദ്ധൻ എന്ന് എഴുതണം. എന്നാൽ പിന്നൊരു ചോദ്യം വരും, അത് ലോകത്തിന്റെ വെളിച്ചം ആരാണെന്നാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരം യേശുക്രിസ്തു എന്ന് എഴുതിയാലേ പറ്റൂ. ആ വെളിച്ചം എന്ന് ഉദ്ദേശിക്കുന്നത് അരണ്ടതായിരിക്കുന്ന അസാൻമാർഗത്തിന്റെ അന്ധകാരത്തിന്റെ ആ ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിലെ മനുഷ്യനെ തിന്നുന്ന സാഹചര്യങ്ങൾ, ഇരുണ്ട അവസ്ഥകളെ മാറ്റം വരുത്തുന്ന ദൈവത്തിന്റെ ആ പ്രവൃത്തിയാണ് പ്രകാശം, വെളിച്ചമെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വെളിച്ചം വന്നാൽ അവന്റെ ജീവിതം ആകമാനം മാറും, അവന്റെ കുടുംബം മാറും. അതുകൊണ്ട് ദൈവിക സന്ദേശം എന്നുള്ളത് വെളിച്ചമായി നാം സ്വീകരിച്ചാൽ, ഏറ്റെടുത്താൽ നമ്മുടെ ജീവിതത്തിന് മാറ്റം വരും. ഈ അർത്ഥത്തെ ഉൾക്കൊള്ളുന്ന ഒരു ഗാനം തുടർന്ന് കേൾക്കാം. ആകാശം മാറും, ഭൂതലവും മാറും, ആദ്യം മുതൽക്ക് മാറാതുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും നിന്നും മാറാതുള്ളത് തിരുവചനം മാത്രം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ആകാശം മാറും, ഭൂതലവും മാറും, ആദ്യം മുതൽക്ക് മാറാതുള്ള വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മാറാതുള്ള തിരുവചനം മാത്രം.
നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മാറാറുള്ള തിരുവചനം മാത്രം. വചനത്തിന്റെ വിത്തുവിരിക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. നടന്ന ഇടമായിരിക്കാം. എന്നാൽ ഞങ്ങളിവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുവാനോ ഒരു മതം സ്ഥാപിക്കുവാനോ അല്ല കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന, നമ്മുടെ വയനാട് നേരിട്ടുകൊണ്ടിരിക്കുന്ന മദ്യം, മയക്കുമരുന്ന്, മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം മൂലം ഇന്നത്തെ പുതിയ തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ അതിന് ബോധവൽക്കരണവുമായിട്ടാണ് ഇന്ന് ഈ ഒഴലക്കൊല്ലിയിൽ ഈ മധ്യാഹ്ന സമയത്തായിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ പറയാതെ തന്നെ ദൃശ്യശ്രവണ മാധ്യമങ്ങൾ കൂടി കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വാർത്തകൾ നിങ്ങൾക്കറിയാമല്ലോ. ഇന്നത്തെ പുതിയ തലമുറ മദ്യം, മയക്കുമരുന്ന്, പുതിയ തരത്തിലുള്ള സിന്തറ്റിക് മയക്കുമരുന്നുകളുടെ ഉപയോഗം മൂലം നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെപ്പോലുള്ളവർ ഈ സ്നേഹസദ്വർത്തമാനവുമായി നിങ്ങളുടെ മധ്യയായിരിക്കുന്നത് ഞങ്ങൾക്കും നിങ്ങൾക്കും ഒരുപോലെ പ്രയോജനപ്പെടണം എന്നുള്ളത് കൊണ്ടാണ്. ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളം പ്രകൃതി രമണീയതയിലും കല, രാഷ്ട്രീയം, സാമ്പത്തികം, ആത്മീകം എന്തിനേറെ പറയുന്നു, മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സാക്ഷരതയിൽ മുൻപന്തിയിൽ എത്തി നിൽക്കുന്നു എന്ന് അഭിമാനം കൊള്ളുന്നവരാണ് നാം ഓരോരുത്തരും. എന്നാൽ പ്രിയമുള്ളവരെ, എത്ര വിദ്യാസമ്പന്നരായിരുന്നാലും എത്ര ഉന്നതിയിലായിരിക്കുന്നവരായിരുന്നാലും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ഇന്നത്തെ തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിലും നമ്മുടെ കുടുംബത്തിലും സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ, സ്വാതന്ത്ര്യമില്ലാതെ കഴിയുന്നവരാണ് ഓരോ വ്യക്തികളും. പ്രിയമുള്ളവരെ, ഇന്നേ വരെ ഒരു വ്യക്തിയും മദ്യം കഴിച്ച് സമ്പന്നനായി തീർന്നിട്ടില്ല. ഒരു വ്യക്തിയും ഇന്നുവരെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് സമൂഹത്തിൽ നല്ല മാന്യതയുള്ള വ്യക്തിയായി തീർന്നിട്ടില്ല. പ്രിയമുള്ളവരെ, ഈ മദ്യവും മയക്കുമരുന്നുകളും കഴിക്കുമ്പോൾ സമൂഹത്തിനും കുടുംബത്തിനും മാത്രമല്ല നമ്മുടെ ശരീരത്തിനും ജീവഹാനി വരുവാനിടയാകുന്നു. ഫലമായിരിക്കുന്ന പശ്ചാത്തലത്തിന്, സമൂഹത്തിന്റെ ജീവിക്കുന്ന പശ്ചാത്തലത്തിന് ഒരു മാറ്റം വരുവാൻ വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, ഞങ്ങളിവിടെ മദ്യവും മയക്കുമരുന്നിനെതിരെ നടത്തുന്ന ഒരു റാലിയുമാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളിൽ പലരും ഞങ്ങളുടെ പിൻപോട്ടുള്ള കാലങ്ങളെ ചിന്തിച്ചാൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കുടുംബത്തിന് സമാധാനമില്ലാതെ സമൂഹത്തിൽ മാന്യതയില്ലാതെ ജീവിച്ച വ്യക്തികളാണ്. എന്നാൽ ഞങ്ങൾ ഇന്നിവിടെ പ്രഘോഷിക്കുന്ന ഈ സത്യ സുവിശേഷ സന്ദേശ റാലിയുമായി കടന്നു വരുമ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് ഓർക്കണം, ഈ സുവിശേഷമാണ് ഞങ്ങളെയും മാന്യരായി ജീവിക്കുവാൻ, കുടുംബത്തിന് കൊള്ളാവുന്നവരായി ജീവിക്കുവാൻ ഇടയാക്കിയത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സുവിശേഷം കടന്നു ചെന്ന എവിടെയും സന്തോഷവും സമാധാനവും മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ആരെയും ഇന്നവരെ ഈ സുവിശേഷം മദ്യപാനിയോ മയക്കുമരുന്ന് അടിമകളോ ആക്കി തീർത്തിട്ടില്ല. അതിലടിമകളായിരിക്കുന്നവരെ, ആ ബന്ധനത്തിലായിരിക്കുന്നവരെ വിടുവിച്ചു മാത്രമേ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ. പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇതിവിടെ വിളിച്ചു പറയുമ്പോൾ ഒരു മതപ്രസംഗമാണെന്നും മതം മാറ്റുന്നവരാണെന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇതൊരു മതപ്രസംഗമല്ല, ഇതൊരു മനസ്സിന് മാനസാന്തരം വരുത്തുന്ന, മനസ്സിനെ മാറ്റുന്ന സദ്വർത്തമാനമാണ്. ഒരു ഗുഡ് ന്യൂസ് ആണ്. ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ നല്ല വാർത്ത, എല്ലാവർക്കും സ്വീകരിക്കുവാനും എല്ലാവർക്കും അംഗീകരിക്കുവാനും പറ്റുന്ന നല്ല വാർത്തയാണ് ഞങ്ങൾ ഇവിടെ പ്രഘോഷിക്കുന്നത്. അതിന്റെ ഒരു ഏക ലക്ഷ്യം എന്ന് പറയുന്നത് സന്തോഷവും സമാധാനവും ജീവിതത്തിലും കുടുംബത്തിലും അനുഭവിക്കുന്നവരായി തീരണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുള്ളവരാണ്. പ്രിയമുള്ളവരെ, ഒരു വ്യക്തിയും ഇന്നേ വരെ മദ്യപിച്ച് നല്ലവരായി തീർന്നിട്ടില്ല. കുടുംബത്തിന് കൊള്ളാത്തവരായി, ഒറ്റപ്പെട്ടവരായി തീർന്നിട്ടേയുള്ളൂ. പ്രിയമുള്ളവരെ, നിങ്ങൾ ചിന്തിക്കണം, നമ്മളെ തന്നെ നശിപ്പിക്കരുത്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആത്മാവ് എന്നുള്ള ഒന്ന് നമ്മുടെ ഈ ശരീരത്തിൽ വസിക്കുന്നുണ്ട്. മനുഷ്യനെ നമുക്ക് നശിപ്പിക്കുവാൻ വ്യവസ്ഥയില്ല. നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവം പകർന്നു തന്നിരിക്കുന്ന ആത്മാവിന് വസിക്കുവാൻ തന്നിരിക്കുന്ന ഒരു ജഡ ശരീരമാണ് നമ്മൾ ഈ കാണുന്ന
2 നീളവും വണ്ണവും നിറവ്യത്യാസങ്ങളുമുള്ള ഈ മനുഷ്യൻ, പ്രിയമുള്ളവരെ, നമ്മളിൽ വസിക്കുന്ന ആത്മാവിനെ നമുക്ക് നശിപ്പിക്കുവാൻ വ്യവസ്ഥയില്ല. അതിനെ തന്നിരിക്കുന്ന ഈ സർവ്വലോകത്തിന്റെ ഉടയവനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. പ്രിയമുള്ളവരെ, ഞാനിവിടെ വിളിച്ചു പറയുന്ന ഈ വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധ കൊള്ളണം. ഇത് അറിയില്ലായിരുന്നു എന്ന് പിന്നീട് പറയുവാൻ ഇടയാകരുത്. പ്രിയമുള്ളവരെ, ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ ഈ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുവാൻ ഇടയായിത്തീരും. പ്രിയമുള്ളവരെ, വിശുദ്ധ വേദപുസ്തകം ഇപ്രകാരം പറയുന്നു, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നു. എന്താണ് സത്യം? പ്രിയമുള്ളവരെ, ഈ അഖില പ്രപഞ്ച സൃഷ്ടാവായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു എന്ന വ്യക്തിയാണ് സത്യം എന്ന് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന്. പ്രിയമുള്ളവരെ, ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ, ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കിയാൽ നാം സ്വതന്ത്രരാണ്, സാക്ഷാൽ സ്വതന്ത്രൻ. പ്രിയമുള്ളവരെ, ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ ആര് ഹൃദയത്തിൽ സ്വീകരിക്കുന്നുവോ അവർക്ക് സന്തോഷവും സമാധാനവും ലഭിക്കുവാനിടയായിത്തീരും. നിങ്ങളെ ആയിരിക്കുന്ന ഏത് സാഹചര്യമായിക്കോട്ടെ, ഏത് അവസ്ഥയായിക്കോട്ടെ, ഏത് സമ്പന്നനായിരിക്കോട്ടെ, ഏത് ദാരിദ്ര്യം അനുഭവിക്കുന്നവനായിക്കോട്ടെ, നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ സാഹചര്യമോ കർത്താവായ യേശു ക്രിസ്തുവിന് പ്രശ്നമല്ല. നിങ്ങളുടെ ഹൃദയം അതൊന്ന് തുറന്നു കൊടുത്താൽ മതി. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളിലേക്ക് കടന്നു വരുവാനിടയായിത്തീരും. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ നമുക്ക് രക്ഷ പ്രാപിക്കുവാൻ സാധ്യമുള്ളൂ. പ്രിയമുള്ളവരെ, ഒരു പാപിക്ക് മറ്റൊരു പാപിയെ വഴി നടത്താൻ സാധ്യമല്ല, അവരെ രക്ഷിക്കുവാൻ സാധ്യമല്ല. ഒരു കുരുടന് മറ്റൊരു കുരുടനെ വഴി കാണിപ്പാൻ സാധ്യമല്ല എന്നുള്ളതുപോലെ ഒരു പാപിക്ക് മറ്റൊരു പാപിയെ രക്ഷിപ്പാൻ കഴിയുകയില്ല. അതിന് പാപമില്ലാത്തൊരുവൻ ആവശ്യമായിരുന്നു. അതിനാൽ കർത്താവായ യേശു ക്രിസ്തു കന്യക മറിയത്തിൽ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി തീർന്ന് ഒരു മകനെ പ്രസവിക്കുവാനിടയായി തീർന്നു. ഈ മകന്റെ പ്രസവത്തിന് മുൻപേ, ഈ അഖില ലോകം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ ചരിത്രകാരന്മാർ, പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞു, അഖില ലോക രക്ഷിതാവായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു എന്ന ഒരുവൻ ഈ ലോകത്തിൽ പിറക്കും. അവൻ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി കാൽവരി ക്രൂശിൽ മരിക്കും, എന്നാൽ 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. പ്രിയമുള്ളവരെ, ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമാണ് നമുക്ക് രക്ഷ. ഞാനൊന്നിവിടെ വിളിച്ചു പറയട്ടെ, ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നാം രക്ഷിക്കപ്പെടുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ വേറൊരു നാമവുമില്ല. അതുകൊണ്ട് ആര് ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വന്തം രക്ഷകനുമായി കർത്താവുമായി സ്വീകരിക്കുന്നു, ആ വ്യക്തിക്ക് സ്വാതന്ത്ര്യം ലഭിക്കുവാനിടയായിത്തീരും. ആ വ്യക്തിയുടെ കുടുംബത്തിന് സമാധാനം ലഭിക്കുവാനിടയായിത്തീരും. ഞാൻ പറഞ്ഞുവല്ലോ, നമ്മുടെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ വേണ്ടിയാണ് കർത്താവായ യേശു ആയിരുന്നു. പിന്നെ എന്തായിരുന്നു യേശു ക്രിസ്തുവിന്റെ ഭരണം? പാപപരിഹാര യാഗമായിരുന്നു. പ്രിയമുള്ളവരെ, എന്റെയും നിന്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ കർത്താവായ യേശു ക്രിസ്തു ഈ കാണുന്ന ലോകത്തിൽ ജനിക്കുവാനിടയായി തീർന്നു. അങ്ങനെ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് താൻ 30 വയസ്സുവരെ ജീവിച്ചു. എന്നാൽ 30ാമത്തെ വയസ്സിൽ തന്നെ ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റുവാൻ താൻ ലോകത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്യുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ഞങ്ങൾ പ്രഘോഷിക്കുന്നത്. ഞങ്ങൾക്ക് ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിൽ സന്തോഷമുണ്ട്, അതിലേറെ അഭിമാനവുമുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഒന്ന് ഓർക്കണം, ഞങ്ങൾ ഇവിടെ ഇത് വിളിച്ചു പറയുമ്പോൾ അനേക ക്രിസ്ത്യൻ മിഷണറിമാരെ ഞങ്ങൾക്ക് ഓർമ്മ വരുന്നു. ഇതുപോലെ തെരുവുകളിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിളിച്ചു പറഞ്ഞ പോലെയുള്ളവരെ ചുട്ടുകരിച്ചു കൊന്ന ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അനേക ക്രിസ്ത്യൻ മിഷണറിമാരെ നശിപ്പിച്ച രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ ചിലപ്പോൾ ഞങ്ങളുടെ നേരെ ആക്രോശിച്ചു വന്നെന്നിരിക്കാം. ഇന്ന് ഞാൻ അല്ലെങ്കിൽ നാളെ ഞങ്ങളുടെ തലമുറകൾ ഇതുമായി ഈ തെരുവിൽ നിൽക്കും. എന്തെന്നാൽ സത്യം നിങ്ങൾ അറിയണം. പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ഈ രാജ്യത്ത് ഹിന്ദി ഭാഷ അത് ഉണ്ടായിരുന്നില്ല. സാമുവൽ എച്ച് ഗെലോഹി എന്ന് പറയുന്ന മിഷണറിയാണ് ഇന്ത്യയിൽ ഹിന്ദി ഭാഷ കൊണ്ടുവന്നത്. നമ്മുടെ വിദ്യാർത്ഥികൾ സ്കൂൾ കലാലയ ജീവിതം കഴിഞ്ഞ് അവർ കോളേജുകൾ, യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ നമ്മൾ വിടാറുണ്ട്. പ്രിയമുള്ളവരെ, വില്യം കേറി എന്ന് പറയുന്ന ക്രിസ്ത്യൻ മിഷണറിയാണ്
തന്നത്. അതുപോലെ നമ്മുടെ ഇന്ത്യയിലെ കുഷ്ഠരോഗികളെ സ്വാന്തനിപ്പിച്ചത് ഒരു ക്രിസ്ത്യൻ മിഷണറി സിസ്റ്ററാണ്, മദർ തെരേസ. നിങ്ങൾക്ക് ഇവിടെ ഒന്നും അറിയില്ലായിരിക്കും, എന്നാൽ റൂസോ, മുണ്ടസ്കി ഇങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങൾക്കറിയാം, രാഷ്ട്രീയ നേതാക്കന്മാരെ അറിയാം. എന്നാൽ ഈ രാജ്യത്ത് ധരിച്ചിരുന്ന മനുഷ്യരെ നല്ല വസ്ത്രം ധരിപ്പിക്കാൻ പഠിപ്പിച്ചത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഞങ്ങൾ ഇത് വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ സത്യം മനസ്സിലാക്കണം. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഈ സത്യം നിങ്ങൾ അറിഞ്ഞിട്ട് മനഃപൂർവമായി പാപം ചെയ്താൽ പിന്നെ യാതൊരു യാഗവും ശേഷിക്കുന്നില്ല, ക്രോധ അഗ്നി മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത് തെരുക്കോടുകളിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറയുന്നത്. ഈ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ മാത്രമാണ് ഒരു വ്യക്തിക്ക് രക്ഷ സാധ്യം. പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇത് വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ ഇത് ഹൃദയത്തിൽ സ്വീകരിച്ച് നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപത്തിൽ നിന്ന് മോചനം എനിക്ക് തരണം, എനിക്ക് നിന്നെ അറിയുവാൻ ആഗ്രഹമുണ്ടെന്ന് ഹൃദയത്തിൽ ഒരു വ്യക്തി ആഗ്രഹിച്ചാൽ ആ വ്യക്തിയോട് കൂടെ സമാധാനിപ്പിക്കുവാൻ, ആശ്വസിപ്പിക്കുവാൻ ഞങ്ങളിവിടെ പ്രസംഗിക്കുന്ന, ഞങ്ങളിവിടെ പ്രഘോഷിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന് തരുവാൻ സാധ്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഈ വചനം കേൾക്കണം, ഇത് മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ ഇവിടെ ഉപയോഗിക്കുന്നു. ദൈവം ഈ ഒള്ളക്കൊള്ളി ദേശനിവാസികളെ, അവരെ കുടുംബങ്ങളെ, അവരെ സാമ്പത്തിക നന്മകളെ, അവരെ കൃഷി സമ്പത്തിനെ, മൃഗസമ്പത്തുകളെ എല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. തീർന്നത് കഴിഞ്ഞ ചില നാളുകളായി ചൂരൽമലയുടെ ദുരന്തത്തോട് ബന്ധപ്പെട്ട് 50-60 ആളുകള് പല ദിവസങ്ങൾ പല സന്നദ്ധ പ്രവർത്തനങ്ങളും ചെയ്തു വന്നു. എങ്കിലും ഈ കഴിഞ്ഞ ദിവസം ആന്റിയിലുള്ള ജിൻസന്റെ വേർപാട് വലിയ ദുഃഖത്തിന് കാരണമായി. പിന്തുടരുന്നതായിരിക്കുന്ന ഒരു വിധി ദുരന്തം എന്ന നിലയിലേക്ക് അത് മാറ്റപ്പെട്ടു. ഞങ്ങൾ പ്രാരംഭമായി അനുശോചന പ്രോഗ്രാം ആന്റൂർ പ്രദേശം നടത്തിയതിനു ശേഷം പൂളക്കവലയിലും നടത്തിയ ശേഷമാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ പ്രോഗ്രാമോടുകൂടി ഇന്നത്തെ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കുകയാണ്. തുടർച്ചയായ ദുരന്തങ്ങൾ അഭിമുഖീകരിച്ചിട്ടുള്ളവരാണ് മലയാളികൾ എന്ന് നമുക്കറിയാം. എത്രയെത്ര പ്രളയങ്ങൾ, കോവിഡും അതുപോലെ നിപ്പ പോലുള്ള പകർച്ചവ്യാധികള്, കൂടാതെ ഉരുളുപൊട്ടലുകള്, അനവധി ദുരന്തങ്ങൾ അതിജീവിച്ചാണ് കേരളം ഈ നിലയിൽ എത്തിച്ചെന്ന് നമുക്കറിയാം. എങ്കിലും ഇനിയും നമുക്ക് പ്രതീക്ഷ ബാക്കിയുണ്ട്. കാരണം ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. ഒരു ദുരന്തം കൊണ്ട് ഒരവസാനമല്ല, അതിൽ നിന്നും ഒരു പുനർസൃഷ്ടിയുണ്ട്. ഒരു പുല്ല് വാടി ഉണങ്ങും, പക്ഷെ അത് അവസാനമല്ല. ആ പുല്ല് വാടി ഉണങ്ങുമ്പോൾ ആ പുല്ലിൽ നിന്നും അനേകമായിരിക്കുന്ന വിത്തുകൾ ഇനി വലിയൊരു പുൽക്കൂട്ടങ്ങളെ ഉണ്ടാക്കും. അതുകൊണ്ട് മരണമൊരു അവസാനമല്ല, ദുരന്തമൊരു അവസാനമല്ല. അതിനപ്പുറം പിന്നെയും നിലനിൽക്കുന്ന പലതുമുണ്ട്. അതിനെ ഓർമ്മിപ്പിക്കുന്നതായിരിക്കുന്ന ഒരു ഗാനം ഞങ്ങളുടെ കൂടെയുള്ള ഈ മോൾ പാടുന്നതായിരിക്കും. ജീവൻ നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ, എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശു
ആരാധിപ്പേ എന്നും ആഴമായി അൻപോടുമേ എന്നും അധികമായി ആരാധിപ്പേ എന്നും ആഴമായി ഉമ്മை മുഴുവല്ലോ ആരാധിപ്പേ മുഴുവലോ അன்பு கூறுவே ஆராதனை 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 எபினேசரே எபினேசரே இதுவரையில் உதவி நீரே எபினேசரே எபினேசரே இதுவரையில் உதவி நீரே இதுவரையில் உதவி நீரே உம்மை முழு உள்ளத்தோடு ஆராதிப்பேன் முழு பலத்தோடு அன்பு கூறுவேன் ஆராதனை 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 ഇതുവരെ മനോഹരമായ പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം ഇടവരുത്തി. ഞങ്ങൾ പറയുന്ന ഒരു സന്ദേശം, ഈ ലോകത്തിൽ ജനിച്ച എല്ലാ മനുഷ്യരും പാപത്തിൽ വീണ് കിടക്കുമ്പോൾ പാപികളായി പാപത്തിൽ വീണ് കിടക്കുന്ന മനുഷ്യനെ രക്ഷിക്കുവാൻ ഒരു കർത്താവ് വന്നിട്ടുണ്ട്. ആ ദൈവത്തെ വിശ്വസിച്ചാൽ നിങ്ങൾ പാപത്തിൽ നിന്നും നിങ്ങളുടെ ശാപത്തിൽ നിന്നും രക്ഷിക്കപ്പെടാൻ പറ്റുമോ എന്നുള്ള സന്തോഷത്തോടു കൂടെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഈ ഭൂമിയിൽ ജനിച്ച എല്ലാ മനുഷ്യരും പാപികളായി തീർന്നു. അതിന്റെ കാരണം നമ്മുടെ ആദ്യ മനുഷ്യനായിരുന്നു. ദൈവം സൃഷ്ടിച്ച ഒരു മനുഷ്യൻ ആദാം എന്ന് പറയും. ആദാം പാപത്തിൽ വീണപ്പോൾ ആദാമിലൂടെ ഈ ലോകത്തിൽ ജനിച്ച എല്ലാ മനുഷ്യരും പാപികളായി തീർന്നു. മനുഷ്യർ പാപികളായി തീർന്നപ്പോൾ പാപിയായ മനുഷ്യൻ വിശുദ്ധ ദൈവത്തോട് അടുക്കാൻ പറ്റത്തില്ല. ദൈവം വിശുദ്ധനാണ്, ദൈവം നീതിമാനാണ്. നീതിമാനായിരിക്കുന്ന വിശുദ്ധനായിരിക്കുന്ന ദൈവത്തോട് ഓരോ മനുഷ്യനും അടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആ സാഹചര്യത്തിലായപ്പോൾ മനുഷ്യർക്ക് വേണ്ടി തന്റെ ജീവനെ നൽകി തന്നു. നാം മരിക്കേണ്ട സ്ഥലത്ത്, നാം ജീവൻ നൽകേണ്ട സ്ഥലത്ത് നമുക്കായി യേശു നിങ്ങൾക്കായും എനിക്കായും തന്റെ സ്വന്തം ജീവനെ വിട്ടുകൊടുത്തു. അങ്ങനെ യേശു തന്റെ സ്വന്തം ജീവനെ വിട്ടുകൊടുത്തതിനാൽ, യേശു നമുക്ക് വേണ്ടി മരിച്ചതിനാൽ, ഈ യേശു മരിച്ച ദൈവം മരണത്തോടുകൂടെ അല്ല, മരിച്ച ദൈവം മൂന്നാമത്തെ ദിവസം ജീവനോടെ എഴുന്നേറ്റു. ആ യേശുവിനെ വിശ്വസിക്കുന്നവർ, യേശു നമുക്കായി മരിച്ചെന്നും നമുക്കായി മൂന്നാമത്തെ ദിവസം ജീവനോടെ എഴുന്നേറ്റെന്നും ഇന്നും യേശു നമുക്കായി ജീവിച്ചുകൊണ്ടിരിക്കുന്നെന്നും വിശ്വസിക്കുന്ന ഏവർക്കും, യേശുവിനെ വിശ്വസിക്കുന്ന ഏവർക്കും പാപത്തിൽ നിന്ന് ക്ഷമ പ്രാപിക്കുവാൻ കഴിയും. നമ്മളെല്ലാം പാപികളായിരിക്കുമ്പോൾ പാപത്തിന്റെ ക്ഷമ പ്രാപിക്കാതെ നമ്മൾ സ്വർഗത്തിൽ പോകാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമ്മൾ യേശുവിനെ വിശ്വസിച്ചാൽ പാപത്തിൽ നിന്ന് നമുക്ക് ക്ഷമ ലഭിക്കും. നമ്മൾ ചെയ്ത, നമ്മുടെ മുൻപിതാക്കൾ ചെയ്ത ആ പാപം, ശാപം, എല്ലാ കാര്യത്തിൽ നിന്ന് നമുക്ക് ക്ഷമ നൽകുന്ന ഒറ്റ ഒരു കർത്താവ് യേശു മാത്രമാണ്. ഈ വചനത്താൽ ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമ്മെ വിശുദ്ധിയോടെ ജീവിപ്പാൻ, പാപത്തെ അതിജീവിച്ച് ജീവിപ്പാൻ സഹായിക്കുന്നു. നിങ്ങളേവരെയും ആ സന്ദേശത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരെയും ദൈവം ധാരാളമായി സഹായിക്കട്ടെ. തുടർന്ന് അടുത്തൊരു ഗാനം, ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. ഏത് മരങ്ങളും കൊടും വേനലിൽ ഉണങ്ങിയാലും ഇലകൾ പൊഴിഞ്ഞു വീണാലും ഒരു തളിരുണ്ടാകുന്ന കാലമുണ്ട്. ജീവിതത്തിൽ എന്നും ദുഃഖവും നിരാശയും ഒറ്റപ്പെട്ട കുറ്റപ്പെട്ട അവസ്ഥകൾക്കപ്പുറമായി ഒരു കാലമുണ്ടെന്നറിഞ്ഞാൽ അവൻ ആത്മഹത്യ ചെയ്യില്ല. ഈ ഗാനം അങ്ങനെ നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു ഗാനമാണ്.
എല്ലാവരും ശ്രമിച്ചാൽ. പൊഴിയും കാലങ്ങൾക്കപ്പുറം കളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവൻ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. മധുരത്തിൻ സൗഖ്യമുണ്ടതോർക്കണം. മാനത്തെ കാർമേഘമപ്പുറം ഉണ്ടെന്നതോർക്കണം. വിശ്വാസത്തോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവൻ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. ഇരുളാർന്നരാവുകൾക്കുമപ്പുറം പുലരിതൻ ശോഭമുണ്ടതോർക്കണം. കലിതുള്ളും തിരമാലയ്ക്കപ്പുറം ശാന്തി നൽകുമേശുണ്ടതോർക്കണം. വിശ്വാസത്തോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. വിശ്വാസത്തോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവൻ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവൻ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകും
മനോഹരമായ പാട്ടുകൾ പാടുവാനും അതുപോലെ കർത്താവെ വിശേഷമാൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ രക്ഷാമാർഗത്തെ കുറിച്ചുള്ള വചനത്തെ വിളിച്ചു പറയുവാനും ഇതെല്ലാം കേൾക്കുകയും കർത്താവ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, കർത്താവെ ഈ ജനത്തെ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ലോകത്തിന്റെ മാരകമായ പാപത്തിൽ കിടന്ന് അവർ മരിക്കപ്പെട്ട് നിത്യമായ നരകത്തിൽ പോകാതെ പിടി രക്ഷാമാർഗമായ യേശുക്രിസ്തുവിനെ അവർ കാണപ്പെടുവാൻ ഇവരെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവരെല്ലാം തൊടുവാനിടയാകണം. കർത്താവ് വിശുദ്ധ മാർഗത്തിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉള്ളത്തെ കർത്താവെ ഒന്ന് നീ കാണുവാനിടയാകണമേ. യേശുവേ എന്നെ തൊടണമേ എന്ന് ചോദിക്കുന്നവരുടെ ഉള്ളത്തെ നീ തൊട്ട് കർത്താവ് ഇപ്പോൾ തന്നെ ഏക രക്ഷാമാർഗത്തെ അവർക്ക് നീ വെളിപ്പെടുത്തി കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഓ യേശുവിന്റെ നാമത്തിൽ ദേശത്തെ മുഴുവനും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിന്റെ കരം ഈ ദേശത്തിന്റെ മേലൊരു അനുഗ്രഹമായിരിക്കട്ടെ. എല്ലാവരുടെയും കർത്താവ് ജീവിതത്തിൽ ഒരു രക്ഷാമാർഗം കാണുവാനിടയാകട്ടെ എന്ന് ഞങ്ങൾ കർത്താവ് എല്ലാവരും ചേർന്ന് ഈ ദേശത്തിനായി പ്രാർത്ഥിച്ച് ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥനയൊന്നും വൃഥയായി പോകാതെ എല്ലാത്തിനും നടുവിലും പ്രതിഫലം നൽകുന്ന ഏക കർത്താവ് യേശുക്രിസ്തു ഈ ദേശത്തിന്റെ മേൽ ഒരു അനുഗ്രഹം പകരുന്നതിനായി നന്ദി കർത്താവ്. പ്രാർത്ഥന കേട്ട് മറുപടി തന്നതിനായി നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ കർത്താവേ, ആമേൻ. ഇത് ഒരു പുതിയ ഒരു അനുഭവമാണ് എനിക്ക്. അവിടെ നമ്മൾ കുടകിൽ കഴിയാത്ത ഒരു കാര്യമാണ് ഇവിടെ കേരളത്തിൽ വന്നിട്ട് ഇന്ന് ഞാൻ ഇവിടെ തെരുപ്രസംഗം വരുന്നത് നല്ലോണം പാട്ടും പാടി നല്ലൊരു സന്തോഷമുണ്ട്. ഇങ്ങനത്തെ സുവിശേഷം അങ്ങനെ ദൈവം എനിക്ക് ഒരു അനുഗ്രഹം കിട്ടി. ഞാൻ പാസ്റ്റർ അർജുനും പാസ്റ്റർ സാമ്പല എന്നെ കൊണ്ടുവന്ന് തെരുപ്രസംഗത്തിൽ ഒരു സന്തോഷമായിട്ടാണ് ഇങ്ങനെ നല്ല അവകാശം കൊടുത്ത് എനിക്ക് എല്ലാവർക്കും നന്ദി. നമ്മൾ ചില നാളുകളെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പാട്ടുകളൊക്കെ കരോക്കെ പ്രാക്ടീസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇന്നത്തെ ദിവസം 3 പരസ്യങ്ങൾ നടത്തി. പരസ്യം എന്ന് പറഞ്ഞാൽ ഒരേ സ്ഥലത്തും 6-7 പാട്ടുകളൊക്കെ പാടി ഒരു ചെറിയ ഒരു കൺവെൻഷന് സമാനമായ രീതിയിലായിരുന്നു. അത് കഴിഞ്ഞ് മെസ്സേജ്. നമ്മൾ പരസ്യത്തിൻ്റെ ഏറ്റവും പ്രത്യേകത വെച്ചാൽ നെല്ലാർച്ചാലെന്ന് പറഞ്ഞൊരു സ്ഥലം, അവിടെ പലപ്പോഴും പരസ്യത്തിന് സമ്മതിക്കാത്തൊരു സ്ഥലമായിരുന്നു. എന്നാൽ പലപ്പോഴും പരസ്യവും നമ്മളും ഇതുപോലെ വേറെ പല ടീമും ചെയ്ത് ഇപ്പോൾ അവിടെ ഏകദേശം പരസ്യം നടക്കുന്നു. ഞങ്ങളും അവിടെ ഒരു പരസ്യം നടത്തി. നമ്മൾ ഈ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ മൂവ്മെൻറ്റ് ഗോസ്പൽ മിനിസ്ട്രി എന്നുള്ള പേര് ഉണ്ടെങ്കിലും അതിന് പേര് ജസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ സംയുക്തമായൊരു പ്രവർത്തനമാണ്. അതായത് സഭാ സംഘടന അല്ലാതെ എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് കൂട്ടി എല്ലാവരും കൂടി ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. അപ്പം ഈ പ്രവർത്തനം ദൈവകൃപയെന്ന് സന്തോഷമായിരുന്നു. കാണുന്നവരും കേൾക്കുന്നവരും ഞങ്ങൾക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കും.